കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരായ മുസ്ലിം ലീഗ് നേതാവിന്റെ അധിക്ഷേപ പരാമർശത്തെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവൾക്കൊപ്പം എന്ന് ആവർത്തിച്ചു പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെയും UDF നേതാക്കളുടെയും കാപട്യമാണ് തുറന്നു കാട്ടുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പരാമർശം വിവാദമായതോടെ മുസ്ലിം ലീഗ് നേതാവ് A. ഇർഷാദ് ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ആ പ്രസംഗത്തിന്റെ ഏതെങ്കിലും ചില ഭാഗങ്ങൾ വളച്ചൊടിച്ച് ചില സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇത് പ്രചരിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. ഞാൻ ഒരിക്കലും സ്ത്രീകളെ അവഹേളിക്കുകയോ ആക്ഷേപിക്കുകയോ അവരെ എഴുത്തിക്കിട്ടുകയോ ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ പ്രവർത്തനങ്ങളിൽ നാളിതുവരെ അത്തരത്തിൽ ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ അതല്ലാതെ ആളുകൾക്ക് പോലും അങ്ങനൊരു പരാമർശമുള്ളതായി നാളിതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇത് ആരോ ഒക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം വളച്ചൊടിച്ച് അതുകൊണ്ട് ആ രീതിയിൽ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഏതായിരുന്നാലും ശരി തന്നെ, രണ്ടായിരുന്നാലും അങ്ങനെ ഒരു പരാമർശം എന്നിൽ നിന്നുണ്ടായതിൽ ആർക്കെങ്കിലും ഖേദമുണ്ടായിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തീർച്ചയായും ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കും. ലിഡിയ ജേക്കബാണ് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. ലിഡിയ, ഇതിപ്പോ ഇങ്ങനെ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല എന്നാണോ? ഇത് ഈ പ്രസംഗം വളച്ചൊടിച്ച് എങ്ങനെ വളച്ചൊടിക്കാൻ കഴിയും? ഇങ്ങനെ ഇത്തരത്തിൽ സംസാരിക്കുന്നത് എങ്ങനെയാണ് വളച്ചൊടിച്ച് വ്യാജമായിട്ടൊക്കെ പറയാൻ കഴിയുക? അദ്ദേഹം അത് പറഞ്ഞു എന്നുള്ളത് തന്നെയല്ലേ സത്യം? തീർച്ചയായും അദ്ദേഹം അത് പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് സത്യം. ഇത് വളച്ചൊടിച്ചതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ചത് അടർത്തിയെടുത്ത ഒരു ഭാഗം മാത്രമാണ്. താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തന്നെയാണ്, നിലപാടിൽ തന്നെയാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. മാത്രമല്ല, താൻ അങ്ങനെയുള്ള ഒരാളല്ല, സ്ത്രീവിരുദ്ധനായിട്ടുള്ള ഒരാളല്ല. മുൻപ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളോ അങ്ങനെയുള്ള ഒന്നും തന്നെ താൻ നടത്തിയിട്ടില്ല. പക്ഷേ അത് പ്രസംഗം മുഴുവൻ കേൾക്കാത്ത ആളുകൾ പ്രചരിപ്പിച്ച കാര്യമാണ് എന്നുള്ള ഒരു നിലപാടിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പക്ഷേ എന്തിരുന്നാൽ പോലും ആ ഒരു വീഡിയോ, അത്തരത്തിലുള്ള പ്രതികരണത്തിന്റെ ആ ഒരു ക്ലിപ്പ് അത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. വളരെ മോശകരമായിട്ടുള്ള അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം തന്നെയാണ് മുസ്ലിം ലീഗ് നേതാവ് A. ഇർഷാദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൽ വലിയ പ്രതിഷേധം തന്നെയാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. പ്രത്യേകിച്ച് CPM നേതാക്കൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അപലപിച്ച് രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ഒരു സ്ത്രീക്ക് എതിരെ മാത്രമുള്ള ഒരു അധിക്ഷേപമായി കണക്കാക്കാൻ ആവില്ല, സ്ത്രീവിരുദ്ധ പരാമർശമായി കണക്കാക്കാനാവില്ല. മറിച്ച് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകൾക്കുമെതിരെയുള്ള അധിക്ഷേപമായി കണക്കാക്കേണ്ടതാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി അല്പം മുമ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയത്. മാത്രമല്ല, UDF-നെതിരെ ഒരു വലിയ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് എന്നുള്ളത് കൂടിയാണ്. പ്രത്യേകിച്ച് അവൾക്കൊപ്പം എന്ന് പറയുന്ന നേതാക്കൾ, അതായത് അവർക്കൊപ്പം എന്ന് പറയുന്ന UDF നേതാക്കളും പ്രതിപക്ഷ നേതാവും ഒക്കെ നേർവിപരീതമായാണ് പ്രവർത്തിക്കുന്നത് അടക്കമുള്ള പ്രതികരണമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും വലിയ പ്രതിഷേധമാണ് സംഭവത്തിൽ ഉയരുന്നത്. നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചെങ്കിലും വലിയ പ്രതിഷേധം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.